السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى. أما بعد، إن نريد إلا الإصلاح واستطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ തോതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിതാക്കളെക്കുറിച്ച് നാം വിവരിക്കുകയും അവിടുത്തെ മാതാപിതാക്കളെക്കുറിച്ചുള്ള ഖുർആന്റെ വീക്ഷണപ്രകാരമുള്ള നിലപാടും ചുരുങ്ങിയ തോതിൽ നാം വിവരിച്ചു കഴിഞ്ഞു. മഹാനായ അബ്ദുള്ള എന്നവർ വിവാഹം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് പുറപ്പെടുകയും തിരിച്ചു വരുന്ന വഴിയിൽ മദീനയിൽ വെച്ച് രോഗബാധിതനായ അമ്മാവന്മാരുടെ ബനുന്നജാറുകാരായ അമ്മാവന്മാരുടെ വീട്ടിൽ വെച്ച് മരണപ്പെടുകയും ദാറുന്നാബിഗയിൽ മഹാനവറുകളെ മറമാടപ്പെടുകയും ചെയ്തു എന്ന് നാം വിവരിച്ചു. മഹദിയായ ആമിന റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായ മുതൽ വിവിധങ്ങളായ അസാധാരണ സംഭവങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടതായി പ്രസിദ്ധമായ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും, അത് പൂർവികരായ അഹ്ലുസുന്നയുടെ ചരിത്ര ഗ്രന്ഥങ്ങളാണെങ്കിലും ആധുനിക നവീന ചിന്താഗതിക്കാരായ ചരിത്രകാരന്മാരുടെ ചിന്താഗതിയിലാണെങ്കിലും യാതൊരു മാറ്റവുമില്ലാതെ തർക്കമില്ലാത്ത വിവരങ്ങളാണ്. അതിൽ ഒന്നാമതായി ചരിത്ര പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് ഭാര്യയും ഭർത്താവും ആദ്യ രാത്രി പങ്കിട്ട ആ രാത്രി തന്നെ അവരൊരു സ്വപ്നം ദർശിക്കുകയുണ്ടായി. ആ സ്വപ്നത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഗർഭധാരണം നടന്നു എന്ന സംഗതി നിങ്ങൾ അറിഞ്ഞോ? സ്വാഭാവികമായിട്ടും അറിയില്ലല്ലോ. ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട് വീട് കൂടിയ ആദ്യ രാത്രിയാണ്. ആ ആദ്യ രാത്രി തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് മഹദിയായിരിക്കുന്ന ആമിന ബീവിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് തന്നെ കൊടുക്കുന്ന സന്ദേശം, ഫൈനക്കി ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ ഫൈദാ വദഅതി ഫഖൂലി ഉഈദുഹു ബിൽ വാഹിദി സ്വമദ് മിൻ ശർരി കുല്ലി ദി ഹസദ് വസമ്മീഹി മുഹമ്മദ. സ്വപ്നത്തിലൂടെ ഗർഭധാരണം നടക്കുന്ന ആദ്യ രാത്രി തന്നെ കിട്ടുന്ന സന്ദേശം, നിങ്ങൾ ഗർഭിണിയാണ്, പ്രസവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഉഈദുഹു ബിൽ വാഹിദി സ്വമദ്, ഒരുവനായ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രവും ഒരാളിലേക്കും ആശ്രയമില്ലാത്ത നിരാശ്രയനുമായ ഏകനായ അല്ലാഹുവേ, നിന്നോട് ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി കാവൽ ചോദിക്കുന്നു. മിൻ കുല്ലി ദീ ഹസദിൻ, അസൂയാലുക്കളായ മുഴുവൻ അസൂയാലുക്കളുടെ ഷർറിൽ നിന്നും വാഹിദ് സമദാവുന്ന അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയണം. അത് അവർ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ആവർത്തിച്ച് ചൊല്ലുമായിരുന്നു എന്ന് ചരിത്ര പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നു. പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷവും. അപ്പോ
അക്കാലത്ത് വ്യാപകമായ ശിർക്കുള്ള കാലമാണ്, അതിലാർക്കും തർക്കമില്ല. സത്യദീൻ യഥാർത്ഥത്തിൽ അറിയപ്പെടാത്ത കാലമാണ്. ലോകത്തെവിടെയും സത്യദീൻ, യഥാർത്ഥ അമ്പിയാ മുർസലുകൾ ഈ ലോകത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദീൻ എവിടെയും പൂർണ്ണമായി നടക്കുന്നില്ല. അത് തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആളുകളാവുന്ന യഹൂദി നസറാക്കളായാലും പൂർവ്വവേദങ്ങളില്ലാത്ത അറബികളെപ്പോലെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് പിന്തുടർന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്തിൽ ജീവിച്ചിരുന്ന അറബികളായാലും മജൂസികളാണെങ്കിലും സബൈകളാണെങ്കിലും ഏത് വിഭാഗം എന്നല്ല, ലോകത്ത് വ്യവസ്ഥാപിതമായി അള്ളാഹു അവതരിപ്പിച്ച ദീനുകൾ ഏതും പൂർണ്ണ രൂപത്തിൽ അന്ന് എവിടെയുമില്ല. അവിടങ്ങളിൽ ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും ചില നടപടികളുമുണ്ട് എന്നതല്ലാതെ വസ്തുതാപരമായി ദീൻ ലോകത്ത് അപ്രത്യക്ഷമായൊരു കാലഘട്ടമാണ്. എന്നാൽ അവിടങ്ങളിലായി ഒറ്റപ്പെട്ട മുവഹിദീകളുണ്ട്. അള്ളൊരുവനാണ്, റബ്ബ് ഒരുവനാണ്, ഈ ലോകം പടച്ചു പോറ്റുന്ന നാഥൻ അവൻ ഒരുവനാണ്. അതീ കാണുന്ന ബിംബങ്ങളോ പൂജാവസ്തുക്കളോ ഒന്നും ആ ഇലാഹും റബ്ബും അല്ല എന്ന് വിശ്വസിക്കുന്ന പലരും അവിടങ്ങളിലുണ്ട്. അക്കൂട്ടത്തിൽ അറബികളിലും ചിലരുണ്ട്. എന്ന് വെച്ച് ഇബ്രാഹിമി മില്ലത്ത് അവർക്കറിയില്ല താനും. ഇബ്രാഹിമി മില്ലത്താണ് സത്യമെന്നും ബാക്കിയൊക്കെ അബദ്ധമാണെന്നും അവർക്കറിയാം ചില ആളുകൾക്ക്. പക്ഷേ അവർക്കും എന്താണ് ആ മില്ലത്ത് എന്നറിയില്ല. തൗഹീദിൽ വിശ്വസിക്കുന്നെങ്കിൽ പോലും കൂടുതൽ വിശദാംശങ്ങൾ അവർക്കും അറിയില്ല. വളരെ അപൂർവം ചില വ്യക്തികൾ ഉമയ്യത്ത് ബിൻ അബി സ്വൽത്തിനെ പോലെ, മഹാനായ അബ്ദുൽ മുത്തലിബിനെ പോലെയൊക്കെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് പരലോക വിശ്വാസവും കൃത്യമായി വിചാരണയെക്കുറിച്ചും സ്വർഗനരകത്തെക്കുറിച്ചും ഒക്കെയുള്ള അറിവുണ്ട് എന്നതൊഴിച്ചാൽ പൊതുജനങ്ങളുടെ കയ്യിൽ അത്തരം വിവരങ്ങളൊന്നും ഇല്ല. എന്നാൽ തൗഹീദിൽ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്ന അവിടങ്ങളിലുള്ള ആളുകളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ മഹദിയായ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളൊരുവനാണ് എന്ന വിശ്വാസം അവർക്കുണ്ട്. ഇബ്രാഹിമി മില്ലത്താണ് ശരിയെന്നും അറിയാം. പക്ഷെ അതെങ്ങനെ ചെയ്യേണ്ടതെന്നും അവർക്കൊന്നും അറിയില്ല. അതിൽപ്പെട്ട ആള് തന്നെയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായി മാറിയ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാതെ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിച്ചവരാണ്. പക്ഷെ അവർക്കും അറിയില്ല ദീന്. ഈ ഘട്ടത്തിലാണ് വല്ല ശിർക്കിയായ ആചാരങ്ങളും നടപടികളും വരരുത് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള സംരക്ഷണമാണ് സ്വപ്നം മുഖേന ഗർഭിണിയായോടെ മുതൽക്ക് കുട്ടി പ്രസവിക്കുന്നത് വരെയും പ്രസവിച്ചാലും കാവല് തേടേണ്ടത് വഈദുഹു ബിൽ വാഹിദി സ്വമദ് മിൻ കുല്ലി ദീ ഹസദ്. ഗർഭിണിയാകുമ്പോൾ കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടി അക്കാലത്ത് ജാഹിലിയ കാലത്തൊരാചാരമുണ്ട്. ഇരുമ്പിൻ്റെ ഒരു വളയം കൈത്തണ്ടയിൽ വളയായിട്ടിടും. അവരുടെ വിശ്വാസം അങ്ങനെ വളട്ടാ പിന്നെ കണ്ണേറേൽക്കൂലെന്നാണ്. അത് ഇസ്ലാം അംഗീകരിക്കുന്ന വിശ്വാസമല്ല, അത് തെറ്റാണ്. പക്ഷെ അറിയാത്ത ബന്ധുക്കള് ആമിന ബീവിയോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിസുന്ദരിയായ ആമിന ബീവി ഗർഭിണിയാണെന്നറിയുമ്പോൾ അസൂയാലുക്കളായ സ്ത്രീകളും മറ്റും എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം അതിൻ്റെ കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടി, അസൂയാലുക്കളുടെ വാക്ക് ഫലിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ സാധാരണ പാരമ്പര്യമായി അവർ ചെയ്തു പോരുന്നത് പോലെ ഇരുമ്പ് വള കയ്യിൽ ധരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു കുടുംബാംഗങ്ങൾ. അതനുസരിച്ച് അവരത് ധരിക്കുകയും ചെയ്തു. പക്ഷേ പകൽ അത് ധരിച്ചെങ്കിലും രാത്രി ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ അതാരോ അറുത്തിട്ടിട്ടുണ്ട്. ഇരുമ്പിൻ്റെ വളയാണ്, പക്ഷെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരും തന്നെ അത് ഒഴിവാക്കി ഈ പ്രാർത്ഥനയിൽ മാത്രം നിലനിർത്തി. വഈദുഹു ബിൽ വാഹിദിൽ സ്വമദ് മിൻ കുല്ലി ദീ ഹസദ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിർക്കിൽ പെടാതെ
ഷിർക്കിന്റെ കാവല് തേടിക്കൊണ്ട് വിധങ്ങൾ ഉത്തരവാദി അല്ലെങ്കിൽ പോലും ഉമ്മയിൽ നിന്ന് പോലും അങ്ങനെ ഉണ്ടാവരുത് എന്നതൊക്കെ അള്ളാഹു തആല കൊടുത്ത സംരക്ഷണമാണ്. അവിടുന്ന് മഹാന്മാരായ അമ്പിയാക്കൾ പലരെയും സ്വപ്നത്തിൽ കാണുകയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് അവർ സുവിശേഷം അറിയിക്കുകയും മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനത്തെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും പദവികളെക്കുറിച്ചും സൂചിപ്പിക്കുകയും അവരൊക്കെയും കുഞ്ഞു പിറന്നാൽ മുഹമ്മദ് എന്ന് പേര് വിളിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ചുരുക്കട്ടെ, അങ്ങനെ മഹതിയായ ആമിന ബിവി പ്രധാനമായി 10 കാര്യങ്ങളെടുത്ത് ഇത് പ്രത്യേകം ഒന്ന് ഞാൻ ഡയറി അല്ല കൊണ്ടുവന്നു. സാധാരണ ഡയറി, കാരണം വലിയ വലിയ മുൻഗാമികളായ ഇമ്മത്തിൻ്റെ കിതാബുകളിൽ നിന്ന് പ്രധാന പോയിന്റ്സുകൾ കുറിച്ചുകൊണ്ട് ഡയറി ഉണ്ടാകുക. ഇന്ന് ഞാൻ കിതാബിനെ നേരെ കൊണ്ടുവന്നിക്കാം. ഹാദൽ ഹബീബു മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മുഹിബ്ബു എന്നാണ് കിതാബിൻ്റെ പേര്. സൗദി അറേബ്യയിൽ സമീപകാലത്ത് എഴുതപ്പെട്ട കിതാബാണ്. ഇന്നും സൗദിയിലെ ബെസ്റ്റ് സെല്ലർ കിതാബാണ്. ഒരു കൊല്ലം തന്നെ 5ഉം 6ഉം എഡിഷനുകൾ പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങി കഴിയുമ്പോൾ ചൂടപ്പം പോലെ അത് ചെലവാകുന്നു. അബൂബക്കർ ജാബിറുൽ ജസായിരി എന്നാണ് ഗ്രന്ഥകാരൻ്റെ പേര്. ഇത് പ്രത്യേകം പറയാൻ കാരണം അയാൾ ഇന്നുള്ള കടുത്ത വഹാബി വിശ്വാസം മുറുകെ പിടിക്കുകയും ബാക്കി എല്ലാവരും മുശ്രിക്കുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരുമാണെന്നൊക്കെ പറയുന്ന മദീനയിൽ ദർസ് നടത്തുന്ന ഒരു മനുഷ്യനാണ്. മദീനത്തെ പള്ളി മസ്ജിദ് നബവിയിൽ ദർസ് നടത്തുന്ന ആളാണ് ഈ അബൂബക്കർ ജാബിറുൽ ജസായിരി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹത്തിൻ്റെ കിതാബ് നല്ല ചരിത്ര കിതാബാണ്. ആളെ എഴുതിയത് വഹാബിയാണെങ്കിലും ചരിത്രം സംക്ഷിപ്തമായി പറയുകയും അതിൻ്റെ ഗുണപാഠങ്ങൾ വിവരിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കിതാബാണ്. അതിൽ 10 സംഗതികൾ പ്രത്യേകം എടുത്തു പറയാൻ ചുരുക്കി ഇങ്ങനെ വായിച്ചു പോകാൻ വിശദീകരിച്ച സമയം നീളും. 1, ഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ മിൻ നിക്കാഹിൻ ശർഇയ്യിൻ ലാ മിൻ സിഫാഹിൻ ജാഹിലിയ്യിൻ. ആദം നബി അലൈഹി സ്വലാം തൊട്ട് അബ്ദുള്ള എന്നവരും ആമിന ബീവിയും വരെയുള്ള മാതാപിതാക്കളുടെ പാരമ്പര്യം മുഴുവനും ഇസ്ലാം ശരീഅത്തിന്റെ താല്പര്യപ്രകാരമുള്ള വിവാഹബന്ധത്തിലൂടെ അല്ലാതെ അനാചാരങ്ങളിലൂടെ അനാശാസ്യ മാർഗങ്ങളിലൂടെ ഉള്ള ബന്ധം ആ മാതൃപിതൃ പരമ്പരയിൽ ഒരിക്കലും വന്നിട്ടില്ല. എന്നിട്ട് പറയാം ഇലാഹിയ, ഇത് അള്ളാഹു നൽകിയ പ്രത്യേകം ഒരു സംരക്ഷണമാണ്. കാരണം ഒരു വിവരവുമില്ലാത്ത പടുവിഡ്ഢികളായ ജാഹിലീങ്ങൾ നൂറ്റാണ്ടുകൾ ജീവിച്ചിട്ട് അവിടെയൊക്കെ ഈ പാരമ്പര്യം വരുമ്പം യാദർച്ഛികമായി തന്നെ അത് ശരീഅത്തിന്റെ നിയമപ്രകാരമുള്ള വിവാഹത്തിലൂടെ മാത്രം കടന്നു വരിക എന്നത് അള്ളാഹു കൊടുത്ത പ്രത്യേക കാവലാണ്. ലാ യഖ്ദിറു അലൈഹാ ഇല്ലല്ലാഹ്. ഇങ്ങനെയുള്ളൊരു ജാഹിലിയ കാലഘട്ടത്തിൽ, വിവരമില്ലാത്ത ശരീഅത്തില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇസ്മത്ത് ഇസ്ലാം ശരീഅത്തിന്റെ നിയമത്തിന് യോജിക്കുന്ന നിരക്ക് മാത്രമുള്ള പാരമ്പര്യത്തിലൂടെ ആമിന ബീവിയിലും അബ്ദുള്ള എന്നവരും വന്ന് ഈ ലോകത്ത് ജനിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ പ്രത്യേക കാരണഫലം കൊണ്ടല്ലാതെ സാധ്യമല്ല. ഇപ്പതൊരു അത്ഭുതമല്ല. എന്തുകൊണ്ട്? ഖുർആനും സുന്നത്തും ഇവിടെ നിലവിലുണ്ട്. അത് വ്യാഖ്യാനിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളും മദ്ഹബുകളും ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ പ്രചാരകന്മാരും പ്രബോധകന്മാരും നിലവിലുണ്ട്. ഇന്ന് അബദ്ധം പറ്റുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ നിവൃത്തിയില്ല. അക്കാലത്ത് അതില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കിതാബ് തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ഇല്ല. അവിടെ നിന്ന് 3000-ഓളം കൊല്ലം തുടർച്ചയായിട്ട് വരികയാണ്. ഇവിടെ എവിടെയും അനിസ്ലാമികമായൊരു ബന്ധം ആ പാരമ്പര്യത്തിൽ വന്നില്ല എന്നത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഇസ്മത്താണ്. അത് പ്രസിദ്ധമായ ഇമാം തബറാനി ജാമിഉ സഗീറിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉലിത്തു മിൻ നിക്കാഹിൻ വമാ ഉലിത്തു മിൻ സഫാഹിൻ മിൻ ലദുൻ ആദമ ഇലാ അൻ വലദനി അബി വ ഉമ്മി വലം അലിദ് മിൻ സഫാഹിൽ ജാഹിലിയ. ജാഹിലിയ കാലത്തുള്ള
അനാശാസ്യ ബന്ധങ്ങളിലൂടെ ഒരിക്കലും വരാതെ ഇസ്ലാം അംഗീകരിക്കുന്ന നിക്കാഹിലൂടെ ആദം നബി അലൈഹി ഇസ്ലാം തൊട്ട് എൻ്റെ ഉമ്മയും വാപ്പയും വരെയുള്ള പാരമ്പര്യത്തിലൂടെയാണ് ഞാൻ ജനിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ, തബറാനിയുടെ സഗീറിൽ റിവായത്ത് ചെയ്ത ഹദീസ് കാണാം. രണ്ടാമത്തേത്, ഇന്ന ഉമ്മഹു ആമിന ലം തജിദ് അസ്നാ ഹംലിഹാ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തജിദുൽ ഹവാമിലു ആദതൻ മിനൽ വഹ്നി വദ്ദഅഫി വകാന ഹാദായ. മഹാദിയായ ആമിന ബിവി ഗർഭധാരണം നടന്നിട്ട് സാധാരണ ഗർഭിണികളാവുന്ന സ്ത്രീകൾക്ക് ആദ്യഘട്ടത്തിൽ ദഹനക്കേട്, ഛർദി, ക്ഷീണം, അസഹ്യമായിരിക്കുന്ന ഉറക്കം, മനം പുരട്ടല്, സന്തോഷമില്ലായ്മ, ഭക്ഷണത്തോട് വെറുപ്പ് തുടങ്ങിയ ഒരുപാട് അവശതകൾ ഗർഭിണികൾക്ക് ആദ്യഘട്ടത്തിലുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ നേരത്തെ പറഞ്ഞ സ്വപ്നത്തിലൂടെയും പിന്നീട് മാസമുറ തെറ്റി കണ്ടപ്പം ഗർഭിണിയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നല്ലാതെ ആമിന ബീവി പറയുന്നതായി കാണാം, ഗർഭിണികൾക്ക് സാധാരണ അനുഭവപ്പെടുന്ന യാതൊരു പ്രയാസവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പ്രസവം വരെയും അങ്ങനെയുള്ള ഒരു പ്രയാസവും അനുഭവപ്പെടാതെ വളരെ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടാണ്. യഥാർത്ഥത്തിൽ പറയുമ്പം 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് പ്രിയപ്പെട്ട ഭർത്താവ് എന്നേക്കുമായി ഇഹലോകവാസം വെടിഞ്ഞു. സ്വാഭാവികമായും എന്തെന്നില്ലാത്ത ടെൻഷൻ ഉണ്ടാവും. ഒറ്റക്കാ താമസിക്കുന്നത്, ആകെ സഹായത്തിന് ഉമ്മയിമൻ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ മാത്രമാണുള്ളത്. അങ്ങനെ കുടുംബ വീട്ടിലുമല്ല, ഭർത്താവിൻ്റെ വീട്ടിലുമല്ല, ഭർത്താവ് സ്വന്തം നിർവഹിച്ച കൊച്ചുകുടിലിൽ തൻ്റെ സമപ്രായക്കാരിയാവുന്ന ഉമ്മയിമൻ കൂട്ടുകാരിയായും സഹകാരിയായുമുണ്ട്. താനും വേറെ ആരുമില്ല. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് അന്വേഷിക്കും വിവരങ്ങളൊക്കെ എന്നതൊഴിച്ചാൽ വീട്ടിൽ ആരുമില്ല. സ്വാഭാവികമായും ഗർഭധാരണത്തിൻ്റെ അസ്വസ്ഥതകളും ഭർത്താവ് മരണപ്പെട്ട ദുഃഖവും ഉൾപ്പെടെ ആദ്യമായിരിക്കുന്ന ആമിന ബീവിക്ക് മാനസികമായി വലിയ ആഘാതം അനുഭവപ്പെട്ടാൽ അത് ഗർഭശിശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു വിഷമമോ മനസ്സിനൊരു ഏകാന്തതയോ അനുഭവപ്പെടുന്നില്ല. എപ്പോഴും ഹാപ്പിയായിരുന്നു ആമിന ബീവി. അവരുടെ അതാരിക്കായ അതൊരു ദൃഷ്ടാന്തമാണ്. അങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കാൻ നിവൃത്തിയില്ല. വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ടു. അതോടുകൂടി ഗർഭിണിയാണ്, കൂടെ ആരുമില്ല. തനിക്ക് ആകെ പരിചരിക്കാൻ ഒരു അടിമ സ്ത്രീ ഒഴിച്ചാൽ വേറെ ആരുമില്ലാതെ ഒറ്റക്കൊരു കുടിലിൽ ജീവിക്കുമ്പോൾ എന്തായാലും ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവും, മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവും. അത് തൻ്റെ ആരോഗ്യത്തെയും അത് മുഖേന കുട്ടിയുടെ ഭാവിയെയും അത് പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ അല്ലാഹു തആല അവരെ ആദ്യ അവസാനം വളരെ ഹാപ്പിയായിട്ട് നിലനിർത്തി. അതിനാണ് നിരന്തരം അംബിയാ മുർസലുകൾ സ്വപ്നത്തിലായി പ്രത്യക്ഷപ്പെടുകയും തൻ്റെ കുഞ്ഞിൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ചും സ്ഥാനമഹത്വങ്ങളെക്കുറിച്ചും സുവിശേഷം അറിയിക്കുന്നതുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ഭർത്താവ് പോയെങ്കിലും ഇത്രയും മഹാസൗഭാഗ്യവാനായ ഒരു പൊന്നോമന കുഞ്ഞിനാണല്ലോ ഞാൻ ജന്മം നൽകാൻ പോകുന്നത്, ആ കുഞ്ഞിനെയാണല്ലോ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന സന്തോഷം അവരെ എപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരുന്നു. മൂന്നാമത്തേത്, ഇന്ന ആമിനത്ത ലമ്മാ ഹമലത്ത് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലമ്മാ വളഅതുഹു റഅത് നൂറൻ ഖറജ മിൻഹാ ഫഅളാഅ ലഹാ ഖുസൂറ ശാം. ഒന്ന് ഗർഭം ധരിച്ച സമയത്ത് ഒരു അസാധാരണമായ പ്രഭ, ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ ദൂരദിക്കിൽപ്പെട്ട ഷാമിലെ ബുസ്രയുടെ പട്ടണവും അവിടെയുള്ള കൈസർ ചക്രവർത്തിയുടെ കോട്ടകൊത്തളങ്ങളും നേരിൽ കാണുമാറുള്ള ഒരു പ്രകാശം ഗർഭധാരണ സമയത്ത് നടന്നു. മാത്രമല്ല വലമ്മാ വളഅതുഹു, രണ്ടാമത് കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴും, അത് ധാരാളം ഹദീസിൽ കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴുള്ള പ്രകാശത്തെ സംബന്ധിച്ച് സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി തന്നെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. തങ്ങൾ എൻ്റെ യഥാർത്ഥ ചരിത്രം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അനദാവത്തു അബി ഇബ്രാഹിം, എൻ്റെ പിതാമഹനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ലേ, റബ്ബനാ വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും എന്ന് പറഞ്ഞ ആ റസൂലാണ് ഞാൻ. വബിശാറത്തു അഖി ഈസ, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, വമുബശ്ശിറൻ ബിറസൂലിൻ
യത്തിസ്മുഹു മിൻ ബഅദി യത്തിസ്മുഹു അഹ്മദ് മുശ്റം ബിറസൂലിൻ യതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എൻ്റെ ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന പ്രകാശകനിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടുമാണ് ഈസ നബി അലൈഹി സ്വലാം വാനരോഹണം നടത്തിയത് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു വറഅത്ത് ഉമ്മി ഹീന വളഅതനി നൂറൻ അളാഅത് ലഹാ ഖുസൂർ ബുർസാമിൻ അർശാം. എന്നെ പ്രസവിച്ച സമയത്ത് ഒരു മഹാശോഭ, ഒരു പ്രകാശം അടിച്ചു വീശുകയും അതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ബുസ്രായിലുള്ള കൊട്ടാരങ്ങളെ നേരിൽ കാണുകയും ചെയ്യുന്നു. അങ്ങനെ പ്രസവിച്ച സമയത്തുള്ള പ്രകാശം കൊണ്ടും പ്രത്യേകമായി ആമിന ബീവി ഫഖദ് സുയില സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന ദഅവതു അബി ഇബ്രാഹിം വബുശ്ര ഈസ വറഅതു ഉമ്മി ഹീന ഹമലത് ബി ഖറജ മിൻഹാ നൂറുൻ അല്ലാഹു ലഹു ഖുസൂറു ശാം. ഇങ്ങനെ ഗർഭധാരണം നടന്ന സമയത്തും പ്രസവിച്ച സമയത്തും അതെന്താണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെഹറാജിന് പോകുന്ന സമയത്ത് ഷാമിലെ പ്രദേശത്തിലൂടെ പോവുകയും പിന്നീട് ദീർഘകാലം മുസ്ലിം സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി ഷാം മാറുകയും തന്നെയുമല്ല നസാറാക്കളുടെ പ്രദേശമാവുന്ന ആ പ്രദേശം ഇസ്ലാമിന്റെ സ്വാധീന കേന്ദ്രമായി മാറുമെന്ന് നേരത്തെ തന്നെ അല്ലാഹു തആല ഈ പ്രകാശത്തിലൂടെ സൂചിപ്പിക്കുകയും അള്ളാഹുവിന്റെ ഹിദായത്താവുന്ന നൂറിന്റെ സൂചനയാണെന്നും അന്ന് കൈസർ ചക്രവർത്തിയുടെ തലസ്ഥാനമായി ഉപയോഗിച്ചിരുന്ന ബുസ്ര അവിടെ ഇസ്ലാമിന്റെ കേന്ദ്രമായി മാറുമെന്നതിലേക്ക് സൂചനയാണെന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് കാണാൻ കഴിയും. നാലാമത്തത് ഗർഭധാരണം നടന്ന സമയത്ത് ഒരു അശരീരി, ഒരാൾ വന്നിട്ട് സ്വപ്നത്തിൽ പറയാ, ഇന്നക്കി ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ. പ്രിയപ്പെട്ട ആമിന ബീവി, നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ, ഇനി ലോകാവസാനം വരെ വരാനിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ സയ്യിദിനെയാണ്. സയ്യിദിന് യജമാനൻ എന്നും ഉടമക്കാരൻ എന്നും അർത്ഥമുണ്ടെങ്കിലും ആ അർത്ഥത്തിന് സയ്യിദ് എന്നത് അള്ളാഹുവിന് മാത്രമേ ഉപയോഗിക്കൂ. അതേ സമയത്ത് സയ്യിദ് എന്നാൽ നേതാവ് എന്നും മാതൃകാ പുരുഷൻ എന്നും പിന്തുടരപ്പെടുന്നവൻ എന്നും അർത്ഥം പറയാറുണ്ട്. ഈ അർത്ഥത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയാ, മഹാന്മാരായ അയിമ്മത്തുകളെ സംബന്ധിച്ചും ദീനിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചും ഒക്കെ സയ്യിദ് എന്ന് പറയാം. പക്ഷെ അള്ളാഹ് എന്ന് പറയുന്ന സയ്യിദിന്റെ അർത്ഥത്തിലല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയുന്ന സയ്യിദ്. ഉലമാക്കളും ദീനിന്റെ നേതാക്കളുമായ മഹാന്മാർക്ക് സയ്യിദ് എന്ന് പറയുന്നതും ആ അർത്ഥത്തിലല്ല. കാരണം അവര് ജനങ്ങളുടെ മാതൃകാ പുരുഷന്മാർ, പിന്തുടരപ്പെടുന്നവർ, ആജ്ഞ അനുസരിക്കപ്പെടുന്നവർ എന്ന അർത്ഥത്തിനുള്ള സയ്യിദാണ്. ഇവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹത്തിലും പരത്തിലും സകല സത്യവിശ്വാസികളുടെയും നേതാവും അവിടുത്തെ സർവലോകത്തിന്റെയും സഹായിയും രക്ഷാകേന്ദ്രവും എന്നർത്ഥത്തിനൊക്കെയുള്ള സയ്യിദാണ്. അന സയ്യിദു ഉൽദി ആദമ യൗമൽ ഖിയാമ വലാ ഫഖറ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്. ദുനിയാവിലും ആഖിറത്തിലും സയ്യിദ് തന്നെ. പക്ഷേ പ്രത്യേകം എടുത്തു പറയുന്നു, അള്ളാഹുവിനെ പറ്റി പറഞ്ഞില്ലേ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമക്കാരൻ എന്നാണ് അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്. എന്നാ എല്ലാ ദിവസത്തിന്റെയും ഉടമക്കാരൻ തന്നെയാണല്ലോ. പക്ഷേ ബാഹ്യലോകത്ത് പല രാജാക്കന്മാരുമുണ്ട്, പല ഉടമക്കാരുമുണ്ട്. ആഖിറത്തിൽ അതില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഉടമത്വം പൂർണ്ണമായി പ്രകടമാവുന്നത് ആഖിറത്തിലാണ്. എന്നതുപോലെ ഈ ലോകത്ത് ഒരുപാട് നേതാക്കളുണ്ട്. അനുയായികൾ പിന്തുടരുന്നവരും സഹായം അഭ്യർത്ഥിക്കുന്നവരും രക്ഷ തേടുന്നവരുമായ ഒരുപാട് നേതാക്കന്മാർ ഈ ലോകത്തുണ്ട്. പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരുമില്ല. ഈ ആശയത്തിന് തന്നെയാണ് ഇമാം ബുസൂരി പറഞ്ഞത്, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. സർവ്വ സൃഷ്ടികളെയും ബാധിക്കുന്ന മഹാവിപത്ത് മശ്റവൻ സബിയിൽ നിന്ന നിൽപ്പിൽ എണ്ണമില്ലാത്ത വർഷങ്ങൾ നിന്ന് ക്ഷീണിച്ചവശരായി വിഷമിക്കുന്ന സമയത്ത് ആദം നബി അലൈഹിസ്സലാം തൊട്ട്
അംബിയാ മുർസലുകളോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തൊട്ട് മലായിക്കത്തുകളോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി നിൽക്കുന്ന സമയത്ത് ഹബീബായ നബിയെ അന്ന് അങ്ങല്ലാതെ ഞങ്ങൾക്ക് അഭയം തേടാൻ മറ്റാരുമില്ല. അവിടെ തന്നെ പറയുന്നത് പടച്ചവനാണെന്നല്ല, യാ അക്രമൽ ഖൽഖി എന്നാണ് തുടങ്ങുന്നത് തന്നെ. പടപ്പുകളിൽ ഏറ്റവും ആദരണീയരായവരെ, പടപ്പുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം തേടാൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ ആശ്രയിക്കാൻ അന്ന് അങ്ങ് മാത്രമേ ഉണ്ടാവൂ. ഈ ആശയം തന്നെയാണ് അന സയ്യിദു ഉൽദി ആദമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മനുഷ്യ സൃഷ്ടികളുടെ മുഴുവനും സഹായിയും ആശയകേന്ദ്രവും ഞാൻ മാത്രമാണ്. അതാ ശഫാഅത്തിന്റെ ഹദീസ് വളരെ വിശദമായ കാര്യം പറയുന്നുണ്ട്. ഇമാം ബുഖാരിന്റെ റിവായത്തിൽ കാണാം, ആദം നബി അലൈഹി സ്വലാം തൊട്ട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം വരെയുള്ള അമ്പിയാക്കളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ ഓടി നടക്കുമ്പോൾ, അവരൊക്കെ നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ട് കൈമറത്തുമ്പോൾ അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു. എന്തിനാ? ഇതൊക്കെ പഠിച്ച ആലിമീങ്ങളില്ലേ കൂട്ടത്തിൽ? അവർക്ക് നേരെ തന്നെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്ത് പോയാൽ പോരെ. എന്തിനാ വിഷമിപ്പിക്കേണ്ട ആവശ്യം? അത് അല്ലാഹുവിന്റെ ഹിക്മത്താ. അതായത് പരലോകത്ത് സകല സൃഷ്ടികൾക്കും നായകത്വം വഹിക്കാനും അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ സംസാരിക്കാനും അവരെ സഹായിക്കാനും അർഹതപ്പെട്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളൂ എന്ന് സകല സൃഷ്ടികളെയും ബോധ്യപ്പെടുത്തൽ അതിൻ്റെ ഹിക്മത്താണ്. നേരെ മറിച്ച് ആദ്യം തന്നെ എല്ലാവരും കൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്നു. തങ്ങൾ സഹായിച്ചു ചെയ്താൽ അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്തികൾക്ക് തോന്നും, നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് പോയെങ്കിലും കിട്ടുമായിരുന്നു ആ സഹായം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്തിന് തോന്നും, നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് പോയാൽ കിട്ടുമായിരുന്നു. അപ്പോൾ നബി തങ്ങളുടെ പ്രത്യേകത സാധാരണക്കാർക്ക് ബോധ്യപ്പെടൂല. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാമിനെ സമീപിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പ്രമുഖരായ അമ്പിയാക്കന്മാരെ ഒക്കെ സമീപിച്ച് അവരൊക്കെ ഒരാൾ അടുത്ത ആളിലേക്ക് റെഫർ ചെയ്ത് അവസാനം റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം തീർത്ത് പറഞ്ഞു, മക്കളെ നിങ്ങൾ വേറെ എവിടെയും പോയി ചേരില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവസാനം ചെല്ലുമ്പോൾ നബി തങ്ങൾ പറയുന്ന വാക്ക് അനലഹ, ഞാൻ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനും നിങ്ങളെ സഹായിക്കാനും വേണ്ടി നിയുക്തനാണ്. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ശഫാഅത്ത് ചെയ്യുന്നത്. അപ്പോൾ ദുനിയാവിലും അങ്ങനെ തന്നെ, ആഖിറത്തിലും അങ്ങനെ തന്നെ. ഈ ലോകത്ത് അല്ലാഹു തആല അവൻ്റെ ഖൈർ ബറക്കത്ത് അവൻ്റെ അടിയാറുകൾക്ക് എപ്പോഴൊക്കെ എവിടെയൊക്കെ ഇറക്കുന്നുണ്ടോ, ഇമാം ഷാഫി റളിയല്ലാഹു തആല തൻ്റെ റിസാലയിൽ പറയുന്നുണ്ട്, മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലാതെ ഈ ലോകത്ത് ഒരു ഖൈറും ഒരു ബറക്കത്തും അല്ലാഹു തആല ഇറക്കുന്നില്ല. തങ്ങൾ മുഖേന എങ്ങനെ പോയിട്ടാണ് എല്ലാം ഉള്ളത്. എന്തിനേറെ ബാക്കി വന്ന മുഴുവൻ അമ്പിയാക്കൾക്കും റിസാലത്തും നുബുവത്തും കിട്ടണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവായി അംഗീകരിക്കുകയും തങ്ങളുടെ പ്രതിനിധികളായി പ്രവർത്തിക്കുകയും ഒരു വേള തൻ്റെ കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണെങ്കിൽ തങ്ങളുടെ ഉമ്മത്തിയായി പ്രതിജ്ഞ ചെയ്ത് ഖാദിമായി ജീവിക്കണമെന്ന് കരാർ ചെയ്യിച്ചിട്ടാണ് ബാക്കി അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് തന്നെ കൊടുത്തത് എന്നാണ് ഖുർആൻ വെട്ടി തുറന്ന് പറയുന്നത്. വഇദ അഖദല്ലാഹു മിനൻ നബിയ്യീന മീസാഖഹും ലഇൻ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. പൊതുവായി അലസ്തു ബിറബ്ബിക്കും എന്ന ബൈഅത്ത് ചെയ്തതിനു ശേഷം അമ്പിയാക്കളെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആല വഇദ അഖദല്ലാഹു മിനൻ നബിയ്യീന മീസാഖഹും, അള്ളാഹു അവൻ്റെ അമ്പിയാക്കളോട് പ്രത്യേക കരാർ ചെയ്ത കാര്യം നിങ്ങൾ ഓർക്കണം. എന്താണ്? ലൈൻ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാൻ വേദങ്ങൾ ഇറക്കി തന്നു, നിങ്ങൾക്ക് ഞാൻ വഹി അറിയിച്ചു തന്നു, അങ്ങനെ ശരീഅത്തും കിതാബും നൽകി, അങ്ങനെ നിങ്ങൾ ദീനീ ദഅവത്തുമായി ലോകത്ത് ജീവിക്കുന്ന സമയത്ത് സുമ്മ ജാഅക്കും റസൂലുൻ, എൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലായി വരികയാണെങ്കിൽ ലതുഅ്മിനുന്ന ബിഹി, ആ റസൂലിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം.
വലതൻസുറുന്നഹു, തീർച്ചയായും നിങ്ങൾ ആ ഹബീബിനെ സഹായിച്ചു കൊള്ളണം. എന്നിട്ട് പറയാണ് ഖാല അഅഖറർതും വഅഖദ്തും അലാ ദാലികും മിസ്രി, ഈ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിക്കുകയും അതിന് ഞാനുമായി നിങ്ങൾ കരാർ ചെയ്യാൻ തയ്യാറുമാണോ നിങ്ങൾ? ഖാലൂ ബല അഖറർന, അതെ ഞങ്ങളത് സ്വീകരിച്ചു, ഞങ്ങളത് അംഗീകരിച്ചു. തങ്ങൾ വന്നാൽ ഞങ്ങൾ തങ്ങളെ കൊണ്ട് വിശ്വസിക്കും, തല്ലല്ല തങ്ങൾക്ക് ഞങ്ങൾ സഹായം ചെയ്തു കൊടുക്കും. ഖാല ഫഷ്ഹദു, അത് നിങ്ങൾ പറഞ്ഞാൽ പോരാ. ഫഷ്ഹദു, നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നിങ്ങളെ ഉമ്മത്തുകളുടെ മുന്നിൽ ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ അവർക്ക് സാക്ഷിയാവണം. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് തുടങ്ങി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടു മുമ്പ് വന്ന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരെ എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തുകളോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാതെയും അവരെ വിശ്വസിക്കേണ്ടതും പിൻപറ്റേണ്ടതും സഹായിക്കേണ്ടതുമായ ആവശ്യകത തര്യപ്പെടുത്താതെ ഒരു ഉമ്മത്തിനെയും ഒരു നബിയും വിട്ടേച്ചിട്ടില്ല. കാരണം അല്ലാഹു പറഞ്ഞു ഖാല ഫഷ്ഹദൂ, നിങ്ങൾ അംഗീകരിച്ചാൽ പോരാ, ഇത് നിങ്ങളുടെ ഉമ്മത്തിനോട് നിങ്ങൾ പറഞ്ഞിരിക്കണം. എന്തിനാണ്? അള്ളാഹ്ക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് ഈ അമ്പിയാക്കൾ ആരും ഉണ്ടാവില്ല. പക്ഷെ അവര് ജീവിതകാലത്ത് അത് അംഗീകരിക്കുകയും അവരുടെ ഉമ്മത്തിനോട് അത് കരാർ ചെയ്യിക്കുകയും ചെയ്യുകയാണ്. എന്തിന്? പിന്നീട് എല്ലാ ശരിയായ ശരീഅത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ജനസമൂഹങ്ങളിലും അമ്പിയാക്കൾ വന്നിട്ടുണ്ടെന്നാണല്ലോ ഖുർആൻ പറയുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ ഒരു മനുഷ്യ സമുദായത്തിലും അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ വരാതെ പോയിട്ടില്ല. അപ്പൊ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും എന്നല്ല ലോകത്ത് മനുഷ്യവാസമെത്തിയ എല്ലാ സ്ഥലത്തും നബിമാർ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഒരു അന്ത്യപ്രവാചകനെ കുറിച്ച് അവരുടെ ഉമ്മത്തിനോട് വാചാലമായി സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വഭാവവും അവിടുത്തെ വിശേഷണങ്ങളും അവിടുത്തെ ദീനും അത് പിൻപറ്റേണ്ടത് ആവശ്യകതയും എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ടാണ് വഷ്ഹദൂ, എന്നിട്ട് പറയാണ് വഅന മഅകും മിനശ് ഷാഹിദീൻ, ഞാൻ അക്കാര്യത്തിന് നിങ്ങൾക്ക് സാക്ഷിയാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ മുമ്പ് ധാരാളം ഇർഹാസാത്തുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട്, അഥവാ മുഅ്ജിസത്തുകളാവുന്ന സംഗതികൾ നുബുവത്തിന് മുമ്പ് കാണുമ്പോഴാണ് ഇർഹാസ് എന്ന് പറയാ. അമാനുഷികമായ അത്ഭുതങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്തുക. എന്ത്? നമ്മുടെ നബിമാര് പണ്ട് പറഞ്ഞതും നമ്മളോട് കരാർ ചെയ്തതുമായ ലോകാവസാനത്തിന്റെ തൊട്ടടുത്ത് വരുന്ന അന്ത്യപ്രവാചകൻ മഹാനവറുകളുടെ ആഗമനം നടന്നിരിക്കുന്നു അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹു തആല പ്രകടിപ്പിക്കണം. കാരണം അള്ളാഹ് ഏറ്റെടുത്തതാണ് വഅന മഅകും മിനശ് ഷാഹിദീൻ. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഞാൻ അതിന് ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കും. അങ്ങനെ അല്ലാഹു തആല നബി തങ്ങൾ നബിയാവുന്നതിന് മുമ്പ് ധാരാളം അത്ഭുത ദൃഷ്ടാന്തങ്ങളിലൂടെ ആ പറയപ്പെട്ട പ്രവാചകൻ ക്രിസ്ത്യാനികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, യഹൂദികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം നബിയാണെന്ന് ചോദിച്ച് വന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, നീ യേശുവാണോ? യേശുവിനെ പറ്റി ഈസാ നബി പറഞ്ഞു എന്നാണ് ഈ തെളിവ്. അല്ല, ഞാൻ യേശു അല്ല. നീ ആ പ്രവാചകനാണോ? പിന്നത്തെ ചോദ്യം അല്ല, കൃത്യമായിട്ട് നോക്കണം. ഇന്നും ബൈബിളിൽ അങ്ങനെയുള്ളത്. നീ ആ പ്രവാചകനാണോ? അല്ല, ഞാൻ ആ പ്രവാചകനല്ല. യേശുവാണോ? അല്ല. ആ പ്രവാചകനാണോ? അല്ല. പിന്നീട് നീ എങ്ങനെയാണ് സ്നാനം ചെയ്യിക്കുന്നത്? വേറെ നബി എന്നതിനെ പറ്റി നമുക്കറിയില്ലല്ലോ. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം വരുന്നു, അതാണ് മസീഹ്. നിങ്ങൾ മസീഹല്ല എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ പ്രവാചകനുണ്ടല്ലോ കേട്ടോ, പേര് പറയേണ്ട ആവശ്യമില്ല. ആ പ്രവാചകൻ, അതാ റസൂലുൻ, ഒറ്റ വാക്കിൽ റസൂൽ എന്നേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. ആ പ്രവാചകൻ, നിങ്ങൾ ആ പ്രവാചകനാണോ എന്ന് ചോദിച്ചു. അല്ല, ആ പ്രവാചകനല്ല. പിന്നീട് നിങ്ങൾ എങ്ങനെ ഇവരെ സ്നാനം ചെയ്യിക്കുന്നു? അവര് ശുദ്ധീകരിക്കുന്നതിനെ പറ്റി ഇപ്പോൾ നമ്മളെ വിഷയമല്ല. ഏതായാലും ആട്ടെ, അല്ലാഹു തആല ഇത് ഏറ്റെടുത്തതാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന രാത്രിയിൽ നടന്ന ഒറ്റ സംഭവം പഠിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് അള്ളാഹു കൊടുക്കുന്ന ഗംഭീര സ്വീകരണം വേറെ. നിങ്ങൾ എന്താ വിചാരിച്ച്? ലോകമാകെ അന്ധകാരത്തിൽ ആണ്ട് കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അറിവിന്റെ എല്ലാ വെളിച്ചങ്ങളും കെട്ടടങ്ങിയ ഒരു സമയത്ത്
ഇന്നത്തെ ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, ഗതാഗത സൗകര്യങ്ങളൊന്നും നിലവിലില്ലാത്ത സമയത്ത് കേവലം 23 കൊല്ലം കൊണ്ട് ജനസമൂഹത്തെ മാറ്റിമറിച്ചു. ഒരു നൂറ്റാണ്ട് പൂർത്തിയാവുന്നതിന് മുമ്പ് ഭൂമുഖത്തെ ഏറ്റവും വലിയ ദീനും രാഷ്ട്രവും പ്രസ്ഥാനവുമായി വളർന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും അല്ലാഹു തആല അതിന് മാത്രം നേരത്തെ ചെയ്തു വെച്ചതാ. ആദം നബിന്റെ ഉമ്മത്ത് തൊട്ടിട്ട് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്ത് വരെ എല്ലാവർക്കും ഇങ്ങനൊരു പ്രവാചകനെ പറ്റി അറിയാം. അവരുടെയൊക്കെ അന്വേഷണം ലോകത്ത് ലലാലത്തും കുഫ്രിയത്തും ജഹാലത്തും നിറഞ്ഞപ്പോഴും എല്ലാവരും അന്വേഷിക്കുന്നത് രക്ഷകനായ ആ പ്രവാചകൻ വന്നോ, രക്ഷകനായ ആ പ്രവാചകൻ വന്നു. അതെല്ലാവർക്കും അറിയാം. അപ്പൊ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ആ രക്ഷകനായ പ്രവാചകനാണോ എന്ന് അന്വേഷണം പെട്ടെന്ന് വരും. അതിന് അമ്പിയാക്കൾ പഠിപ്പിച്ച ചില ലക്ഷണങ്ങൾ എന്തായാലും മാറ്റിയാൽ പോകാതെ അല്ലാഹു നിലനിർത്തി. എന്നിട്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ, പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ തട്ടിയുണർത്തി. അതുകൊണ്ട് തന്നെ പടുജാഹിലീങ്ങളായിരുന്ന, പടുവിഡ്ഢികളായിരുന്ന, സംസ്കാര ശൂന്യരായിരുന്ന ജനങ്ങളിൽ 23 കൊല്ലം കൊണ്ട് സംശുദ്ധമായി പരിഷ്കരിച്ച് സംസ്കരിച്ച് ലോകത്തിന്റെ മാതൃകയായി 1.5 ലക്ഷത്തോളം സത്യവിശ്വാസികളെ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള സംവിധാനമാണ്. അനന്തരം ഖുലഫാവുകളുടെ കാലത്ത് 1-ാം നൂറ്റാണ്ട് പൂർത്തിയായി അന്ത്യത്തിൽ വന്ന ആളാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം 100-101 കാലഘട്ടത്തിലാണ്. ആ സമയത്തേക്ക് ലോകത്തെ ഏറ്റവും വലിയ ജനവിഭാഗവും ഏറ്റവും വലിയ സാമ്രാജ്യവും ഇസ്ലാമിൻ്റെതായി മാറി. ഈ അത്ഭുതം ആയുധത്തിൻ്റെതല്ല, മറ്റെന്തെങ്കിലും തട്ടിപ്പുകളുടേതല്ല, മറിച്ച് അല്ലാഹു തആല അത്രമാത്രം ആസൂത്രണത്തോടു കൂടി ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളുടെ ദൗത്യത്തെയും അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കണം. അപ്പൊ തന്നെ സ്വപ്നത്തിൽ കാണിക്കാം, കുട്ടി ജനിക്കുമ്പോൾ അതോടുകൂടി ഒരു പ്രകാശം പുറപ്പെടും. ഷാം പ്രദേശത്തുള്ള ബുസ്ര പട്ടണത്തിലുള്ള കോട്ടകൊത്തങ്ങളങ്ങളിൽ മുഴുവനും അതിന്റെ പ്രകാശമെത്തും. പ്രസവിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യണം. തൗറാത്തിൽ പറഞ്ഞ പേര്, ഇഞ്ചീലിലും പറഞ്ഞ പേര് അഹ്മദ് എന്നാണ്. അമീന ബീവിക്ക് സ്വപ്നത്തിലൂടെ കേൾക്കുന്നതാണ്. ഖുർആൻ തന്നെ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നഹു 5-ാമത്തത് ഉലിദ മസ്റൂറ. സാധാരണ കുട്ടികൾ ജനിച്ചാൽ അടുത്തുള്ള ആളുകളുടെ മേൽ നിർബന്ധമാവുന്ന ഫർളായ കടമ കുട്ടിയുടെ ഈ പൊക്കിൾ കൊടി മുറിച്ച് കെട്ടുക എന്നാണ്. കാരണം 4-ാം മാസത്തിൽ റൂഹുദലോടുകൂടി കുട്ടിക്ക് ഭക്ഷണം ആവശ്യമാണ്. അവിടെ അല്ലാഹു തആല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഈ മറുവെള്ളയിൽ നിന്നിട്ടും കുട്ടിയുടെ പൊക്കിളിലേക്ക് ഒരു കുടലിന്റെ പൈപ്പ് കൊടുക്കുകയാണ്. അതിലൂടെ, ഈ പൈപ്പിലൂടെയാണ് കുട്ടിക്ക് അല്ലാഹു തആല വേണ്ട ഭക്ഷണം കൊടുക്കുന്നത്. കുട്ടിയുടെ വായിലൂടെയല്ല. അതൊക്കെ വിശദമായി പറയേണ്ട വിഷയമാണ്. ഇത് പുറത്തു വന്നാൽ ഉടനെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടി മരണപ്പെടാൻ കാരണമാവും. അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആദ്യം ചെയ്യേണ്ട കർമ്മം ഈ പൊക്കിൾ കൊടി കട്ട് ചെയ്യുകയും ഉടനെ കെട്ടിക്കളയുകയും ചെയ്യണം, വായു കടക്കാതെ. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ചത് മസ്റൂറ. ആരും പൊക്കിൾ കൊടി മുറിക്കേണ്ടതോ കെട്ടേണ്ടതോ ആയ ആവശ്യമില്ല. കൃത്യമായി പൊക്കിൾ കൊടി മുറിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. സാധാരണത്വം തന്നെ. അലാ ഖിലാഫിൽ മവാലിദി. കണ്ടോ, ബാക്കി ലോകത്തുള്ള കുട്ടികൾ ആരും ഈ പൊക്കിൾ കൊടി മുറിഞ്ഞതായിട്ട് ലോകത്ത് ജനിക്കാറില്ല. എന്താണത് സാധാരണ ചെയ്യൽ? ഉമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പൊക്കിൾ കൊടി കുട്ടിയെ എടുക്കുന്നവർ തന്നെ
ആദ്യമായത് അത് കട്ട് ചെയ്ത് വേർപ്പെടുത്തി കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതെ. വേറെ ആറാമത് പറയുന്നത് ഇന്നഹു ഉലിദ മഖ്തൂന, കുട്ടി ജനിക്കുമ്പോൾ ഇതേതെങ്കിലും മങ്കൂസ് മൗലൂദല്ല വായിക്കുന്നത്, അബൂബക്കർ ജസാരിയ പറയണത് പ്രത്യേകം. അതുകൊണ്ടാണ് ഞാൻ പഴയ കിതാബ് ഒന്നും കൊണ്ടുവരാതെ പുതിയ കിതാബ് തന്നെ കൊണ്ടുവരാൻ കാരണം. ഉലിദ മഖ്തൂന, കുട്ടി ജനിക്കുമ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിലാണ്. ചേലാകർമ്മം ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. സാധാരണ കുട്ടികൾ ജനിച്ചാൽ മാർക്കം ചെയ്യപ്പെടലാണ്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് തന്നെ മാർക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ല ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. 18 അല്ലെങ്കിൽ 17 അമ്പിയാക്കൾ ജനിക്കുമ്പോൾ തന്നെ മാർക്കം ചെയ്യപ്പെട്ടവരായിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. 17 നബിമാർ, അതിൽപ്പെട്ട 17ാമനാണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത് വേറെ അമ്പിയാക്കന്മാർക്കുള്ള പ്രത്യേകത നബിതങ്ങൾക്ക് ഉണ്ടായതാണെന്ന് വെച്ചാൽ മതി. എന്നിട്ട് അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അതിലേക്കൊന്നും ഇപ്പം ഞാൻ കടന്നു വരുന്നില്ല. അബ്ദുൽ മുത്തലിബ്, കുട്ടിയെ കണ്ടപ്പോ അബ്ദുൽ മുത്തലിബ് എന്നെ അത്ഭുതപ്പെട്ട്. ഇതെന്താണ്? പൊക്കിൾ കൊടി മുറിച്ചിട്ട് കെട്ടിയാൽ ആ കുടലിലൊരു കഷ്ണം അവിടെ ബാക്കി ഉണ്ടാവുമല്ലോ, ഇതത് കാണാനില്ല. അതുപോലെ തന്നെ ആൺകുട്ടിയല്ലേ, സ്വാഭാവികമായും അന്ന് അറബികൾ 7ന്റെ അക്കീക്കറക്കുന്ന കൂട്ടത്തിലാണ് മാർക്കം ചെയ്യുക. ഇന്നും അറബികൾ അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട്, നമ്മൾ 6 വയസ്സായിട്ടും 7 വയസ്സായിട്ടും 8 വയസ്സായിട്ടൊക്കെ മാർക്കം കയ്യിൽ. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ 7ാം ദിവസം തന്നെ ഹക്കീക്കർക്കൽ സുന്നത്തുള്ളതുപോലെ കുട്ടിക്ക് പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ 7ന്റെ അന്ന് മാർക്കം കഴിക്കലാണ് സുന്നത്ത്. അതേസമയത്ത് ആരോഗ്യപരമായ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ കുട്ടിയുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മാർക്കം ചെയ്യാൻ പാടുള്ളൂ. വക്കാല, ഇത് കണ്ടുകൊണ്ട് പണ്ഡിതനായ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച അതിനെ ഞാൻ കുറച്ച് അബ്ദുൽ മുത്തലിബിനെ ഒന്ന് പരിചയപ്പെടുത്തിയ നേരത്തെ. അബ്ദുൽ മുത്തലിബ് പറയാണ്, ഇതൊരു സാധാരണ കുഞ്ഞല്ല, എൻ്റെ ഈ പൊന്നുമോന് വലിയ മഹത്തായ സ്ഥാനം വരാനിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, മക്കയുടെ രാജാവിന്റെ സ്ഥാനത്തുള്ള, അവരുടെ ദീനിലും നാട്ടിലും നേതൃത്വം വഹിക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ സ്വന്തം മക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും കുഞ്ഞുനാളിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സ്ഥാനം വരികയുണ്ടായി. ചുരുക്കട്ടെ, ഇൻകിസാറുൽ ബുർമത്തില്ലത്തി വുദിഅത അലൈഹി ബഅദ വിലാദത്തിഹി അലാ ആദത്തി ഇൻതിസാമൻ ഖുറൈശ്. സാധാരണ രാത്രി കുട്ടികളെ പ്രസവിച്ചാൽ, അന്നൊക്കെ അന്ധവിശ്വാസം നിരക്കണ കാലാണല്ലോ, വിവരമില്ലല്ലോ. രാത്രി കുഞ്ഞിനെ പ്രസവിച്ചാൽ ജിന്ന് ബാധിക്കും കുട്ടിക്ക്, അങ്ങനെ പിശാച് രോഗം ബാധിക്കും എന്ന് പേടിച്ചിട്ട് പ്രസവിച്ച് ഈ പൊക്കിള് മുറിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക ഒരു ഉരുളി, പഴയ ഉരുളി അറിയാമല്ലോ, ചട്ടി, ഉരുളി എടുത്തിട്ട് കുട്ടിനെ അതിനോട് മൂടിയൊക്കെ ചെയ്യുക. എന്നിട്ട് നേരം ഫജറായതിന് ശേഷമേ കുട്ടിനെ പുറത്ത് കാണിക്കുള്ളൂ. പ്രസവിച്ച അന്ന് രാത്രി സമയത്ത് കുട്ടികളെ പുറത്ത് കണ്ടാൽ ജിന്നും ശൈത്താനും ബാധിക്കും. ആ കുട്ടിയപ്പം ജിന്നിന്റെ ഉപദ്രവത്തിൽ നിന്നും ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉരുളിന്റെ ചോട്ടിലെക്കല. ആ കുടുംബം തന്നെയാണല്ലോ ഇപ്പൊ വരും. അന്ന് അവിടെ നബിയും ഒന്നും ഇല്ലല്ലോ. ആമിനാബി പ്രസവിച്ച് പൊക്കിളി കൂടി മുറിക്കേണ്ട ആവശ്യമില്ല. രാത്രി ഫജറിന്റെ മുമ്പാണ് പ്രസവിച്ചതും. അങ്ങനെ കുട്ടിയെ പറഞ്ഞേക്ക് ഉരുളിന്റെ ചോട്ടിൽ വെച്ചു. പക്ഷേ ഫജറായി പോയി നോക്കുമ്പോ പുതുമ അതല്ല. എന്ത് കണ്ടു? നടുക്ക് 2 പിളർന്നിട്ട് അപ്പുറപ്പുറമായിട്ട് ആ ചട്ടിയാണ് വീണത്. ചട്ടി 2ആയി പിളർന്ന് അപ്പുറപ്പുറം വീണാണ്. വലം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചട്ടിന്റെ ചോട്ടിൽ അന്ന് രാത്രി കഴിക്കേണ്ട ആവശ്യം നബി തങ്ങൾക്ക് വന്നിട്ടില്ല. കാരണം ഒരു അന്ധവിശ്വാസമാണ്, ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത ഒരു അന്ധവിശ്വാസമാണ്. അത് നബി തങ്ങളുടെ മേൽ ഉപയോഗിക്കേണ്ട എന്നുള്ള നിലക്ക് അത് 2ആയി പിളർന്നു. ഫകാനത്ത് ആയത്തനുഭൂവത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വരാനിരിക്കുന്ന നബിയാണെന്നതിന് മറ്റൊരു ദൃഷ്ടാന്തം കൂടിയാണ് അത്. ഇതൊക്കെ പ്രസവിച്ച അന്നത്തെ സംഗതിയാണ് പറയുന്നത്. 8 ഇർത്തിജാജു ഈവാൻ കിസ്റാ ബിഫാരിസ വസുഖൂത്ത് 14 അഷ്റഫ മിൻ ശറഫാതിഹി. അക്കാലത്ത് ഇന്നത്തെ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ് കിസ്റ ചക്രവർത്തിയുടെ ദർബാർ ഹാൾ.
ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി വൻപാച്ചൊക്കെ ഉണ്ടായി, ഞങ്ങൾ പോയിട്ട് കണ്ട്. അത് പോയി കാണേണ്ട ഒരു അത്ഭുത സംഭവം തന്നെ. ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ് ഈവാനു കിസ്ര. അന്നത്തെ കണക്കിന് 100 മുഴം വീതിയും 100 മുഴം അകലവുമുള്ള 100 മുഴം ഉയരത്തിലുള്ള കെട്ടിടം. സാധാരണ 5 മീറ്ററിലേറെ അല്ലെങ്കിൽ 6 മീറ്ററിലേറെ പോവുകയാണെങ്കിൽ ഇടയ്ക്കൊരു മാളിയം കഴിഞ്ഞാൽ ആ കെട്ടിടം നിൽക്കൂല. അതേസമയത്ത് 100 മീറ്റർ ഉയരത്തിലാണ് ഇടക്കെട്ടൊന്നും ഇല്ലാതെ അത് നിൽക്കുന്നത്. അതിൻ്റെ നിർമ്മാണ രഹസ്യം ഇന്നും അവ്യക്തമാണ്. ചുടുകട്ട കൊണ്ടാണ് നിർമ്മിച്ചത്, കല്ലുകൊണ്ടൊന്നുമല്ല, ചുടുകട്ട കൊണ്ട്. ഇത് കിസ്രയുടെ ദർബാർ ഹാൾ എന്ന് പറഞ്ഞ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു മഹാത്ഭുതമാണ്. ഇടക്കാലത്ത് അവിടേക്ക് പോകാനുള്ള സൗകര്യമൊന്നുമില്ല. ഇനിയിപ്പം സൗകര്യമുണ്ട്, റോഡുണ്ട്, അവിടെ വരെ പോകാം, സുരക്ഷിതമാണ്, അവിടെ സംരക്ഷണങ്ങളുണ്ട്. നമുക്ക് കയറി ഉള്ളിലൊക്കെ നടന്ന് നോക്കിക്കാണാൻ പറ്റും. ചില ഭാഗത്തേക്ക് പോകാനായിക്കൂല, കാരണം അത് അപകട സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലയിടത്തേക്കാണ് കയറാനായിക്കൂല. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് ഏതായാലും ആട്ടെ, ഈ ഈവാന് എന്തായി കഴിഞ്ഞു, അത് ഒരു ഭൂകമ്പം പോലെ കിടുകിട വറക്കുകയും നടുകെ പൊള്ളുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ട് 1500 കൊല്ലാകാഞ്ഞ് എത്ര ബാക്കിയുള്ളൂ? ചെയ്യല്ലോ. ഏതായാലും ആട്ടെ, 1400 എത്രാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്? ഹിജ്റ വർഷം 1440 പിന്നെ 53 കൂടി കൂട്ടി നോക്കി നിങ്ങൾ. അത്ര കൊല്ലം മുമ്പ് അന്ന് പൊട്ടിയ ആ പൊട്ട് ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ടും അത് അടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പോയി നോക്കിയാൽ കാണാതൊന്നും അവകാശവാദമല്ല, ആർക്കും പോകാവുന്നതാണ്. ഇവിടുന്ന് വിസിട്ടും പോയാൽ അവിടെ വരെ കയറി പോവാ, നേരെ ഇങ്ങനെ വിണ്ടിട്ട് ഇങ്ങനെ നിൽക്കണം. ആ വിള്ളിച്ചായിട്ട് നിൽക്കുകയാണ്. അതൊന്നും അടക്കാൻ പോലും ആരോടും കഴിഞ്ഞിട്ടില്ല. വിണ്ട് നിൽക്കുന്ന ആ ഈവാന് ഇന്നും പൊളിഞ്ഞു വീണിട്ടില്ല, ബലക്ഷയം സംഭവിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ ലോകാത്ഭുതമായി നിൽക്കുക. അപ്പൊ ലോകത്തിന്റെ അവസാനം വരെയുള്ള ജനങ്ങൾക്ക് അല്ലാഹു ഒരു ദൃഷ്ടാന്തമായി അത് ഇന്നും അവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുക. അന്ന് വളർന്ന പൊട്ടിയതാണത്. അതിന്റെ ചുറ്റും ഗോപുരങ്ങളുണ്ട്. നമ്മള് പള്ളിക്ക് മിനാരെടുക്കും പോലെ ഇതിന്റെ പുറത്തെ മതിൽക്കെട്ടിനുണ്ടാകുന്ന ചെറിയ ചെറിയ ഈ മിനാരങ്ങളാണ് ഈ ഗോപുരം എന്ന് പറയുന്നത്. ഈ ഈവാന് പൊട്ടിയതിന് പുറമെ അതിന്റെ ചുറ്റുമുണ്ടായിരുന്ന ഈ മിനാരം പോലെയുള്ള ഗോപുരങ്ങൾ 14 തകർന്നു വീണു. എന്ന് മാത്രമല്ല, അന്ന് രാത്രി മഹാപണ്ഡിതനായ കിസ്ര ദുഃഖിതനായി വിഷമിച്ച് രാവിലെ കാണുമ്പം ഉപദേഷ്ടാക്കളും സൈനിക നേതാക്കളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് സംസാരിച്ചു. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും പണ്ഡിതനായ മൂബിദാൻ എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതനുണ്ട്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട മജൂസിയാണ്. അങ്ങനെ മഹാരാജാവ് കാര്യാലോചന നടത്താൻ വേണ്ടിയിട്ട് ദർബാർ കൂടിയ സമയത്ത് അതാ വരുന്ന വിവരം, 1000-ലധികം വർഷം ഒരിക്കൽ പോലും അണയാതെ കത്തുന്ന ആരാധനാ വിഗ്രഹമാവുന്ന അഗ്നികുണ്ഡം കെട്ടണഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോഴേക്ക് രാജാവിന് ഒന്നുകൂടി വിഷമായി. അടുത്തതാ വരുന്നു സാവാ തടാകം, അവരുടെ പൂജാ കേന്ദ്ര ഇവിടെയൊക്കെയാണത്. സാവാ തടാകം എന്ന് പറഞ്ഞാൽ 3 മൈല് വീതിയും 3 മൈല് നീളത്തിലുമുള്ള ഒരു വൻ തടാകമാണ്. അതിൽ കപ്പലോടിയിട്ടാണ് ഇക്കരന്ന് അക്കരക്ക് സഞ്ചരിച്ചിരുന്ന വൻകിട ബോട്ടുകളിലൂടെ. പക്ഷേ വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും പൂർണ്ണനഗ്നരായി ഈ തടാകത്തിൽ വന്ന് പൂജ നടത്തുകയും അതുപോലെ തന്നെ അവർ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ഷിർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായിരുന്നു, അവരുടെ ഒരു ഉത്സവ കേന്ദ്രമായിരുന്നു സാവാ തടാകം. വിവരം കേൾക്കുന്നത് അതോടുകൂടി പരിസരവാസികൾക്ക് കുടിക്കേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണത്. പിറ്റേന്ന് കേൾക്കുന്നത് സാവാ തടാകത്തിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇതുകൂടി കേട്ടപ്പോൾ ഇയാൾക്ക് കുറെ കൂടി ബേജാറായി. അതിൻ്റെ അപ്പുറത്തുണ്ട് സമാവ മൈതാനി, അവിടെ കൊല്ലത്തിൽ ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലമാണ്.
പൂജാ വിഗ്രഹങ്ങളെ വെച്ച് വിവിധ പൂജകൾ നടത്തുന്ന സ്ഥലമാണ്. അവിടെ ആകെ മലവെള്ളം വന്ന് വലിയ കിടങ്ങായി മൈതാനി പോയിട്ട് അവിടെ ഒരു പുതിയ തടാകം സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ വാർത്ത കേട്ടിരിക്കുമ്പോൾ ഇയാൾ വേചാറ് മൂബിദാൻ പറഞ്ഞു, മഹാരാജാവേ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നവും ദർശിച്ചിട്ടുണ്ട്. അപ്പൊ രാജാവ് വലിയ പണ്ഡിതനാണ് അവരുടെ കൂട്ടത്തിൽ. അതിന് സമാന പണ്ഡിതമുള്ള ആളാണ് മൂബിദാൻ. മൂബിദാനും പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മെരിഞ്ഞൊട്ടിയ ഏതാനും അറബി ഒട്ടകങ്ങൾ ടൈഗ്രീസ് നദി മുറിച്ചു കടന്നു വന്നു. പിന്നിൽ ശക്തരായ അറബി പടക്കുതിരയുടെ പിന്നണിയുമുണ്ട്. അവർ വരികയും നമ്മുടെ കോട്ടകൊത്തളങ്ങളൊക്കെ തകർക്കുകയും നമ്മുടെ പൂജാവിഗ്രഹമാവുന്ന അഗ്നികുണ്ഡങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്ത് അവര് ഈ നാട് പിടിച്ചടക്കുകയും ഇവിടുത്തെ ഭരണകൂടത്തെ തകർക്കുകയും ചെയ്യുന്നതായിട്ട് ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു എന്ന് മൂബിദാൻ. രാജാവിനുണ്ടായും നാട്ടിലുണ്ടായ അനുഭവം മഹാപണ്ഡിതനായ മൂബിദാന്റെ സ്വപ്നവും കൂടി കേട്ടപ്പോ, മൂബിദാന്റെ ഈ സ്വപ്ന വാർത്തയോട് കേട്ടപ്പോ രാജാവ് ആകെ വിഷമിക്കുകയും പരിഭ്രാന്തനാവുകയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്താണ് ഈ കാണിക്കുന്ന സൂചനകൾ? എന്തുകൊണ്ട് ദർബാർ ഹാള് പൊട്ടിപ്പോയി? എന്തുകൊണ്ട് ഗോപുരങ്ങൾ തകർന്നു? പ്രത്യേക ഒരു ഭൂകമ്പമുണ്ടായി? മറ്റീ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്താണ് സംഗതി? പ്രത്യേകിച്ച് മൂബിദാന്റെ സ്വപ്നം എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നുഅ്മാൻ ഇബ്നു മുൻദിർ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ അടുത്തേക്ക്, അയാൾ അറബിയ പറഞ്ഞ പേർഷ്യൻ ചക്രവർത്തിയുടെ കീഴ്രാജാക്കന്മാരിൽപ്പെട്ട ആൾക്ക് അടുത്ത ആളയച്ചിട്ടു, നിങ്ങൾ ആ ഭാഗത്ത് അറിവുള്ള ആരെങ്കിലും ഇത് സംബന്ധിച്ചൊരു വിശദീകരണം തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് അടിയന്തരമായി അയക്കണം എന്ന് സന്ദേശം എത്തിച്ചപ്പോ അബ്ദുൽ മസീഹി എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു പണ്ഡിതനും ചിന്തകനും ഉണ്ടായിരുന്നു അക്കാലത്ത്. അദ്ദേഹത്തെ മുൻദിർ ബിൻ സാവ ചക്രവർത്തിയുടെ അടുത്തേക്ക് അയച്ചു. വന്ന ഉടനെ ചോദിച്ചു, ഇങ്ങനെയുള്ള ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ട അത്ഭുതങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതിന്റെ ലക്ഷ്യം എന്താണ്, ലക്ഷണം എന്താണ്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയാൻ കഴിയുമോ താങ്കൾക്ക്? അപ്പൊ അബ്ദുൽ മസീഹ് പറഞ്ഞു, എനിക്ക് ഒരുപാട് അറിവുകളുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ കൃത്യമായി വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എൻ്റെ ഒരു അമ്മാവൻ ഷാമിലുണ്ട്, സത്യഹ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. സത്യഹിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് കൗത്തിന് കീപ്പിട്ടി എല്ലില്ല, തീരെ എല്ലില്ല, കൈപ്പത്തിണ്ട്. അത് കഴിച്ചാൽ സാധാരണ ഇങ്ങനെ ചുരുട്ടി തുണി ചുരുട്ടും പോലെ ഇങ്ങനെ ചുരുട്ടാൻ കഴിയുമായിരുന്നു കൗത്തുവരെ, തല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എവിടെയെങ്കിലും കിടക്കുക എന്നല്ലാതെ ഒന്നും കഴിയൂല. പിന്നെ എന്തെങ്കിലും പറഞ്ഞ അയാളെ ദേഷ്യം പിടിപ്പിക്കണം, ദേഷ്യം പിടിച്ച് ചൂടായാലും ഇങ്ങോട്ട് ചേർത്ത് വരും, അപ്പം ഒന്ന് എഴുന്നേറ്റിരിക്കും. പക്ഷെ സംസാരിക്കണതിന് കുഴപ്പമില്ല. ഇയാൾ വലിയ ഒരു കാഹിനായിരുന്നു, സേവക്കാരനായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതങ്ങളുടെ ലോകം തന്നെയാണ്. അദ്ദേഹം അവസാനം എന്തായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പ്രവചിക്കുകയും നബി തങ്ങളുടെ റിസാലത്തിനെ പറ്റിയും നുബുവത്തിനെ പറ്റിയും നബി തങ്ങളുടെ ഉമ്മത്തിന്റെ ആധിപത്യത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച ആളാണ് സത്യഹ്. 800 വർഷം അല്ലെങ്കിൽ 500 വർഷം എന്തായാലും ജീവിച്ച ആളാണ്. ഇങ്ങനെ എൻ്റെ ഒരു അമ്മാവനുണ്ട് ഷാമിൽ, അദ്ദേഹത്തെ സമീപിച്ചാൽ ഈ വിവരം കൃത്യമായിട്ട് പറയാൻ കഴിയും. എനിക്കങ്ങനെ അറിയാൻ കഴിയില്ല, ഞാൻ ചുരുക്ക സമയമില്ല. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനപ്രകാരം അബ്ദുൽ മസീഹ് അതിശീഘ്രം വിശ്രമമില്ലാതെ ഷാമിലേക്ക് യാത്ര പോയി. ചെന്ന് നോക്കുമ്പോൾ സത്യഹ് പറ്റ അവശനായി മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ മരണാസന്നനായി കിടക്കുകയാണ്. വിളിച്ചിട്ട് വിളിയേക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇവർക്ക് പൊതുവെ കവിത വളരെ ഇഷ്ടമാണ്. ഒരു നല്ല കവിത അബ്ദുൽ മസീഹ് ചൊല്ലിയപ്പോൾ ഇയാൾ സംസാരിക്കാൻ തുടങ്ങി. അബ്ദുൽ മസീഹ് ഒട്ടകപ്പുറത്ത് വിശ്രമമില്ലാതെ കിസ്ര ചക്രവർത്തിയുടെ അടുത്ത് നിന്ന് അത്ഭുതങ്ങൾ കണ്ടതിന് വിവരണം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. മൂബിദാന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സാവ വറ്റുകയും സമാവയിൽ തടാകം രൂപപ്പെടുകയും
അഗ്നികുണ്ഡം കിട്ടണയുകയും ദർബാർ ഹാൾ കുലുങ്ങി പൊട്ടുകയും ഗോപുരങ്ങൾ വീഴുകയും അറബി മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾക്ക് പിന്നിൽ പ്രസിദ്ധമായ അറബി കുതിരകളോടുകൂടി സൈന്യം കടന്നു വന്ന് കിസ്ര ചക്രവർത്തിയുടെ രാഷ്ട്രം തരിപ്പണമാക്കുകയും ചെയ്യുന്നു എന്നല്ലേ പറയുന്നത്? കാത്തിരിക്കേണ്ട, ഇബ്രാഹിം അലൈഹിസ്സലാം സുവിശേഷം അറിയിച്ച, ഈസയും മൂസയും സുവിശേഷം അറിയിച്ച അവസാന കാലത്ത് വരാൻ പോകുന്ന പ്രവാചകൻ ജനിച്ചു കഴിഞ്ഞു. ആ ജനനത്തിന്റെ അടയാളമാണ് ഈ കണ്ടതൊക്കെ. താമസം വിന ആ നബിയുടെ ദീൻ ലോകത്ത് പ്രചരിക്കുകയും അങ്ങനെ അറബികളുടെ നായകത്വത്തിന്റെ കീഴിൽ കുതിരപ്പടയും ഒട്ടകപ്പടയും നിങ്ങളുടെ പേർഷ്യ സാമ്രാജ്യത്തെ കീഴടക്കി ഇവിടെ ഇസ്ലാം സ്ഥാപിക്കുകയും ഇസ്ലാമിന്റെ കേന്ദ്രമായി തലസ്ഥാനമായി ഈ രാജ്യം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് അധിക വിദൂരത്തല്ല. പക്ഷേ 14 ഗോപുരങ്ങൾ വീണതിന്റെ ലക്ഷ്യം 14 ചക്രവർത്തിമാർ കാലം കഴിയുന്നത് വരെ ഈ പേർഷ്യൻ സാമ്രാജ്യം നിലനിൽക്കും. ആ നബി വന്നാൽ വേദമോദിത്തരും, പരലോകത്തെ പറ്റി സംസാരിക്കും, സ്വർഗനഗരങ്ങളെ സംബന്ധിച്ചുള്ള വിവരം പറയും. അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവർ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെട്ടവരാണ്. അത്രയും പറഞ്ഞ് അയാൾ മരിച്ചു ചെയ്തു. ഇത്രയും ദീർഘകാലം ജീവിച്ച ആ മനുഷ്യൻ ഈ വിവരം പറയുകയും മരിക്കുകയും ചെയ്തു. അന്ന് നബി തങ്ങൾ ജനിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ അബ്ദുൽ മസീഹ് വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. വിവരം പറഞ്ഞപ്പോ ചക്രവർത്തി സമാശ്വസിച്ചു. സാരില്ല, 14 ചക്രവർത്തിമാർ കഴിഞ്ഞിട്ടല്ലേ. ഒരു ചക്രവർത്തി തന്നെ 100, 120, 140, 150 കൊല്ലമൊക്കെ ജീവിക്കണില്ലേ? അപ്പൊ 14 തലമുറ കഴിയുമ്പോഴേക്ക് എത്രയോ, അതൊന്നും ഇപ്പൊ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല നീ സാധു. പക്ഷേ അള്ളാഹുവിന്റെ കുദറത്ത് നോക്കണം. വെറും 4 കൊല്ലം കൊണ്ട് പരസ്പരം തമ്മിലടിച്ചും കൊല്ലും കൊലയും നടത്തിയും 10 ചക്രവർത്തിമാർ കടന്നങ്ങ് പോയി. നിങ്ങളുടെ കാലത്താണ് 10 ചക്രവർത്തിമാർ കേവലം 4 കൊല്ലം കൊണ്ട്. പിന്നെ 4 ആളാണുള്ളത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് അവസാനത്തെ പേർഷ്യൻ ചക്രവർത്തി കൊല്ലപ്പെടുന്നതും പേർഷ്യൻ സാമ്രാജ്യം എന്നേക്കും തകർക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ ലോകശക്തികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ലോകരെ വരാനിരിക്കുന്ന പ്രവാചകനിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ലോകത്ത് സംവിധാനിച്ച ദൃഷ്ടാന്തങ്ങളിൽ ചിലതാണ്. സമയം ചുരുങ്ങിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആയിരക്കണക്കിന് വർഷമായിട്ടും കെട്ടിട്ടില്ലാത്ത അഗ്നികുണ്ടാരം കെട്ടുപോയി. ഇംതലാത്തിൽ ബൈത്തുല്ലദീ ഉലിദ ബിഹി നൂറാ, നബി തങ്ങൾ ജനിച്ച ആ വീടിലെ തങ്ങളുടെ ജന്മത്തോടുകൂടി ആ റൂം മുഴുവനും പ്രകാശം കൊണ്ട് നിറഞ്ഞു. തന്നെയല്ല, നിങ്ങൾ സാധാരണ കേൾക്കണില്ല, പ്രസിദ്ധ ചരിത്രമാണ്, നമ്മളെല്ലൊന്നും പറയലില്ല. അതുകൊണ്ടാ പ്രഭാതത്തിന് തൊട്ട് മുമ്പുള്ള സമയമായതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾ ഇങ്ങനെ അടുത്ത് 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 അടുത്ത്. ഈസാ നബിന്റെ ജന്മത്തിനെ പറ്റിയിട്ട് പറയണ കേട്ടില്ല നിങ്ങൾ? ഈസാ നബി അലൈഹി സ്വലാം ബത്ലഹേമിലെ പുൽക്കൂടിയിൽ എന്തായി ജനിച്ചപ്പോ നക്ഷത്രം ഇങ്ങനെ താന്ന് വന്ന് കുട്ടിന്റെ മേത്തേക്ക് വീഴുവോന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോഴും ക്രിസ്തുമസിന് ഇവര് ഈ നക്ഷത്രം ഉണ്ടാക്കി വെക്കുന്നത്. എന്നാ അതിനേക്കാൾ സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? അത് വേറെ വിഷയം, ഇപ്പൊ ഞാൻ പറയണില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടുകൂടി സൂര്യോദയം കഴിഞ്ഞ്. നക്ഷത്രത്തിന് സ്വാധീനം രാത്രിയല്ലേ, പകല് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നക്ഷത്ര നക്ഷത്രം വെക്കുന്ന അർത്ഥമില്ല. അപ്പൊ അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോഴും നക്ഷത്രങ്ങൾ കൂട്ടത്തോടെ താന്നിറങ്ങി വന്ന് ഷിഫാ എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായിരുന്നു. വയറ്റാട്ടിയായിട്ട് മിഡ്വൈഫായിട്ട് ജോലി ചെയ്തത് അടുത്ത് കുടുംബക്കാരിയാണ് അവര്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ബനൂ സുഹറ ഗോത്രക്കാരനാ, ആമിന ബീവിന്റെ കുടുംബത്തിൽപ്പെട്ട. അപ്പൊ അവരാണ് കുട്ടിയെടുക്കാൻ അടുത്തുണ്ടായിരുന്നത്. അവരും പറയാണ്, ഞാൻ പേടിച്ചുപോയി, നമ്മളെ തലേക്ക് ഇത് വീണു പോകുമോ. അത്രയും അടുത്ത് നക്ഷത്രം അടുത്ത് വന്നു.
ഇത് ഉമ്മുഹു ആമിന ബീവിയും കണ്ടു, വൽ ഖാബിലത്തുല്ലത്തി കാനത്ത് മാഹ ആമിന ബീവിയുടെ അടുത്തുണ്ടായിരുന്ന വയറ്റാട്ടി ഷിഫാ ബീവി റളിയല്ലാഹു തആല പിന്നെ ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ്. വഹദ്ദസതാ ബിഹി ഉമ്മയും ഷിഫാവും രണ്ടാളും ഇങ്ങനെ റൂമൊന്നായി പ്രകാശിച്ചതും നക്ഷത്രങ്ങൾ ഇങ്ങനെ താന്നിറങ്ങി വന്നതും കണ്ടതായിട്ട് അവർ പറയുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ പറയാത്തൊരു ശൈലി ആരാ പറയുന്ന? അബൂബക്കർ ജസായിരി. ഹാദാ ഹഖ്ഖുൻ ലാ ബാത്തിലുൻ വസിദ്ഖുൻ ലാ കദിബുൻ. നിങ്ങൾക്ക് അസാധാരണമായോ അസംഭവ്യമായോ തോന്നുന്നുണ്ടോ? ഒരിക്കലും പേടിക്കണ്ട. ഹാദാ ഹഖ്ഖുൻ, ഇത് യഥാർത്ഥമാണ്. ലാ ബാത്തിലുൻ, ബാത്തിലല്ല കേട്ടോ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. വസിദ്ഖുൻ, സത്യമാണ്. ലാ കദിബുൻ, കളവല്ല. ആ റൂം ഒന്നായി പ്രകാശിച്ചു എന്നും നക്ഷത്രങ്ങൾ തൊട്ടടുത്തേക്ക് താന്നിറങ്ങി വന്നു എന്നും പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട, അത് ഹക്കാണ്, സത്യമാണ് എന്ന് പ്രത്യേകിച്ച് അബൂബക്കർ ഈ വാക്ക് വേറെ ആരും പറഞ്ഞിട്ടില്ല. ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കി ഞാൻ, അതിലൊക്കെ സംഭവം പറഞ്ഞു എന്നല്ലാതെ എന്ത് പറഞ്ഞിട്ടില്ല. ആദാ ഹഖ്ഖുൻ ലാ ബാത്തിലുൻ വസിദ്ഖുൻ ലാ കദിബുൻ. കാരണം എന്താ പറയാൻ കാരണം, പല ആളുകളും ആധുനിക കാലത്ത് ഇതൊക്കെ ബുദ്ധിപരമായി യോജിക്കുന്നതല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞ് ചരിത്ര സത്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ നിഷേധിക്കാനോ തയ്യാറാകുന്നുണ്ട്. അത് ശരിയല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ജസായിരി പ്രത്യേകം പറയുന്നത്. അങ്ങനെ നിങ്ങൾ ബാത്തിലാന്ന് വിചാരിക്കരുത്, ഹക്കാണ്. ഇത് കളവാണെന്ന് വിചാരിക്കരുത്, സത്യമാണ്. ആധുനിക ലോകം പരിഷ്കരിച്ചു എന്നുകൊണ്ടിട്ട് അല്ലാഹു തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് ലോകത്തെ നബിയാക്കന്മാരുടെ ഇർഹാസ് എന്ന നിലക്ക് കാണിക്കുന്ന അത്ഭുതങ്ങളെ നിഷേധിക്കേണ്ടതും അതിനെ തള്ളിക്കളയേണ്ടതുമായ യാതൊരു ആവശ്യവുമില്ല. ആണോ? വാക്കബത്ത് മീലാദുഹു ഏലാനൻ നബൂതി. 10 ദൃഷ്ടാന്തങ്ങളെ എണ്ണിയിട്ടുള്ള ഒരുപാടുണ്ട്. 10 ദൃഷ്ടാന്തങ്ങൾ തുടരെയായി എണ്ണി പറഞ്ഞിട്ട് പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് അമ്പിയാക്കന്മാരെ പ്രചരിപ്പിക്കപ്പെട്ട പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകനാണെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ അല്ലാഹു തആല പ്രപഞ്ചത്തിൽ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തമാണ്. അല്ലാഹു തആല നേരത്തെ പറഞ്ഞതാണല്ലോ, വാനമാക്കും മിനശാഹിദീൻ, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ഞാൻ ദൃഷ്ടാന്തങ്ങളിലൂടെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ജനിച്ച അന്ന് തന്നെ അല്ലാഹു തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനി പറയുന്നുണ്ട്, ഇനി വായിക്കാൻ സമയമില്ല. ആ രാത്രി ലോകത്ത് പൂജാവസ്തുക്കളായ മുഴുവൻ ബിംബങ്ങളും തലകുത്തി വീണു എന്നും അതിലൂടെ തന്നെ എല്ലാ ജനവിഭാഗവും ചിന്തിക്കാൻ അത് കാരണമായി എന്നും, അതുകൊണ്ട് പിന്നെ ബിംബമില്ലാന്നല്ല, അത് ഒരു ദൃഷ്ടാന്തമായി കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഉസ്മാൻ ബിൻ ഉവൈസിന്റെ ആ സംഭവം ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ പുതിയ ബുദ്ധിക്ക് അത് ശരിയാണെന്ന് തോന്നിയാലും വേണ്ടിയില്ല, തോന്നിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ചരിത്രം അനിഷേധ്യമായി സ്ഥിരപ്പെട്ടാൽ അത് അംഗീകരിക്കലാണ് ബുദ്ധി. ചിലപ്പോൾ നമുക്ക് അസാധ്യമോ അസംഭവ്യമോ അതല്ലെങ്കിൽ അസാധാരണമോ ഒക്കെ ആയി തോന്നിയിട്ടുണ്ടാവാം. ചരിത്രം അനിഷേധ്യമായി തെളിവായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്ന് പറയുന്നൊരു വിശ്വാസിയുടെ കടമയാണ്. ഇനിയൊരു പാടുണ്ട്, സമയപരിമിതി കൊണ്ട് ഇപ്പൊ തന്നെ നീണ്ടുപോയി. ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.